ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ദൈവത്തോട് ചേർന്നിരിക്കാനല്ലാതെ മറ്റെന്തിനാണ് സാധ്യമാവുക? സങ്കീർത്തനം 138 അധ്യായം 8 വചനത്തിൽ സങ്കീർത്തകന്റെ ഒരു ഉറപ്പുണ്ട്. ദൈവത്തോട് അടുത്തിരിക്കുന്ന സങ്കീർത്തകൻ വലിയ ഉറപ്പോടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത്. വലിയൊരു ഉറപ്പോടെ ദൈവം എന്നെക്കുറിച്ച് എന്ത് തീരുമാനിച്ചിട്ടുണ്ടോ നടത്തുമെന്ന് സ്വന്തം മനസ്സിനോടും തന്നെ എതിർക്കുന്നവരോടും തൻ്റെ ജീവിതത്തിന്റെ പരാജയം കണ്ട് സന്തോഷിക്കുന്നവരോടൊക്കെ വിളിച്ചു പറയുകയാണ്, എന്നെക്കുറിച്ച് എൻ്റെ ദൈവം എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അത് നടത്തുമെന്ന്. എന്നിട്ട് വീണ്ടും അദ്ദേഹം വിളിച്ചു പറയുകയാണ്, കർത്താവെ, നിന്റെ വലിയ കാരുണ്യം അനന്തമാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം കർത്താവിനോട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്, കർത്താവെ, നിന്റെ സൃഷ്ടിയായി എന്നെ ഉപേക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, സൃഷ്ടികളായ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അവനാണ് അത് സൃഷ്ടാവെങ്കിൽ, അവൻ്റെ കരവിരുദ്ധനായി ഞാൻ രൂപപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും എന്നെക്കുറിച്ച് അവനൊരു പ്ലാനുണ്ട്. അതവൻ നിറവേറ്റും. ആര് എവിടെ എന്തൊക്കെ ചെയ്താലും, ആര് നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തിയാലും, ആര് നമുക്ക് സങ്കടങ്ങൾ വരുത്തിയെന്ന് നമുക്ക് തോന്നിയാലും, ഞാനൊരു പരാജയമായി തോന്നിയാലും, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് ഉപേക്ഷിക്കരുതേ. ആ വലിയ കൃപ നമുക്ക് സ്വന്തമാക്കാം.